അപ്പൊ ഒരുപാട് കലങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കേണ്ടി വരും. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ കിതാബാ കൊടുത്തു നോക്കൽ, മൂപ്പര് കൊടുത്തു നോക്കുമ്പോ കലകളും ഡബ്ബകളും തന്നെ നിരത്തി നിരത്തി വെക്കേണ്ടി വരും. എന്നിട്ട് കുറച്ച് പാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ ഐദറുമല്ലാത്ത കുറച്ച് ബൈത്തുകൾ പാടാൻ തുടങ്ങി. നല്ല ആശയങ്ങളായിരുന്നു ആ ബൈത്തുകളുടെ ഉള്ളടക്കം. അപ്പോൾ ഹാജി പാലിന്റെ ഗ്ലാസ് മൊല്ലാക്കാക്ക് നീട്ടിങ്ങനെ കൊടുത്തു. ഐദറുമല്ലാക്കാന്റെ പാട്ട് കേട്ടപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊടുത്തു. ഗ്ലാസ് വാങ്ങാനായി മൊല്ലാക്ക് അങ്ങനെ അരിഞ്ഞു വന്നു. അതൊരു പാലിട്ടല്ലേ, അന്നത്തെ കാലല്ലേ, വലിയ കാര്യത്തിന് മൂപ്പര് ആ പാല് കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയപ്പോ ആജി കൊടുത്തതുമില്ല. ആജി അപ്പൊ കൊടുത്തില്ല, ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു. ഒറ്റ വലിക്ക് അയാളെങ്ങനെ പൂതിപ്പെടുത്തിയിട്ടാണോ വിളിച്ചോടത്തിട്ട് ചോറില്ലാന്ന് പറഞ്ഞ മാതിരിയുള്ള പരിപാടി. ഇയാള് മുജാഹിദിന്റെ മൗലവി ചെയ്ത തീറ്റന്റെ ബഹുജോറായ രംഗാണ് ഈ പറയുന്നത്. ഇത് കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതെ, അത് വേറെ ഉണ്ട്. ഉമർ മൗലവി ഇയാൾ ഇരുന്ന തൗഹീദ് പഠിച്ചത്. അബൂബക്കർ മൗലവി പറഞ്ഞിട്ടുണ്ടോ ഇയാൾ കത്തി കൊണ്ടാ പ്രസംഗിക്കാൻ വരല്? അത് ഇയാളെ വേറെയും മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. കത്തി ഇയാളെ സ്റ്റേജിലുണ്ടാവുന്ന അങ്ങനെ ആരും ആ വൈക്ക് അടുക്കരുത്. അതിനാണ് സഹോദരന്മാരെ ഇവിടെ മദ്ഹാണിത്. കണ്ടോ, പൂളയും ഇറച്ചിയുമാണ് ഹാജിയുടെ ഇഷ്ട ആഹാരം. ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം പൂളയും ഇറച്ചിയും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ജുസ് ഖുർആൻ ഓതി കഴിയുമ്പോൾ പൂളയും ഇറച്ചിയും കൊടുക്കാതെ മൂപ്പര് അടുത്ത വരിയാണ്ട് ഓതൂലാന്നാ. ഇവരെ ഖുർആൻ ക്ലാസിന്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് തീറ്റന് ഇതെല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സുബി വരെ ചിരിച്ചു പോകും. ആ ജാതി സംഗതി. മയിലിറച്ചിയുടെ കഥ ഇതിലുണ്ട്, ഞാൻ പോയി കാണിച്ചു തരാം. വെറുതെ എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാ ഞാൻ അതുകൂടിയും പറയാം. എന്താ, മയിലിറച്ചിയെ പറ്റി ഇയാളോട് ചോദിച്ചു. ആരോട്? അബ്ദുല്ലാജി എന്ന കൂട്ടായി അബ്ദുല്ലാജിയോട് ചോദിച്ചു. അല്ല, മയിലിറച്ചി തിന്നാൻ പറ്റുമോ ചോദിച്ചു. മയിലിറച്ചി എന്നാൽ നമ്മളെ അതനുസരിച്ച് തിന്നാൻ പറ്റൂല, അത് നജസായ വസ്തുവാണ്, തിന്നാൻ പറ്റൂല. അപ്പൊ ഇയാളോട് ഇയാള് സംശയം, ഇയാള് മറുപടി പറയാൻ മയിലിറച്ചി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര മറുപടി എന്താ? അത് നിങ്ങളത് എനിക്ക് തന്നു നോക്കിയോ? ആ മറുപടി എങ്ങനെയുണ്ട്? എനിക്കത് തന്നു നോക്കിയോ, എന്നാലേ തിന്നാൻ പറ്റുമോന്ന് അറിയുള്ളൂ. അങ്ങനെ മയിലിറച്ചി കൊടുത്തുതാ. നന്നായി തിന്നിട്ട് മൂപ്പര നല്ല കോഴിയുടെ രുചിയാണല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ പന്നിമാംസം കിട്ടിയാൽ പറയില്ലേ നല്ല ആട്ടിന്റെ രുചിയാകുന്നു എന്ന് പറയില്ല ഇയാള്. ഇവരുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് സഹോദരന്മാരെ. തീറ്റയുടെ രാജാവ് ഇയാള്. അപ്പൊ ഈ ജാതി ഭക്ഷണം കിട്ടിയതിന്റെ പേരിൽ മുജാഹിദ് ആയെങ്കിൽ ഈ സാധുവിന് ഈ ബുക്കൊന്ന് വായിച്ചാൽ മതിയായിരുന്നില്ലേ? ഇയാൾ അത് വിചാരിച്ച് മുജാഹിദിക്ക് പോവോ? എനിക്ക് നല്ലോണം പരിചയമുള്ള കക്ഷിയാണ്. പടച്ചവനെ, ഇയാളെ തൗഹീദ് ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കണില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ മുജാഹിദിന്റെ ഈ സംഗതി ഒന്നും അയാൾ അംഗീകരിക്കൂല. അയാളെ ജ്യേഷ്ഠനോ കുടുംബത്തിൽ ആരോ കുഴിപ്പുറത്ത് ഇപ്പൊ ഈയിടെ അടുത്ത് മരിച്ചപ്പോ 3ന്റെ ഒരു കൊല നേന്ത്രപ്പഴയുമായിട്ടാ മൂപ്പര് 3 പോയത് എന്ന് അവിടെ പോയാൽ അന്വേഷിച്ചാൽ അറിയാം. എന്നിട്ട് അയാളെ താങ്ങിയിട്ടാ ബലി നടക്കണം. നിങ്ങൾ ഓർക്കണം, 3 വിദേഹത്താണ് അനാചാരാണെന്ന് പറഞ്ഞ് നടന്ന് സ്റ്റേജിൽ പ്രസംഗിച്ച സ്റ്റേജിൽ വലിയ മഹാപണ്ഡിതനായി കൊണ്ടുവന്ന ആളാ ഇയാള് മരിയോക്കളോട് പറഞ്ഞത് എന്താ? ഖുർആൻ ഓതുന്നത് മയ്യത്തിനകത്ത് ഖുർആൻ ഓതിന് കുഴപ്പമൊന്നുമില്ല എന്നാ. മുജാഹിദിന്റെ തൗഹീദും ഇവർ ഈ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ സംഗതി ഒക്കെ പാടെ. സഹോദരന്മാരെ, എന്താവട്ടെ, നമുക്ക് അയാൾ എന്തായാലും വേണ്ടില്ല. അയാൾ മുജാഹിദാവാനുള്ള കാരണം എന്താ അറിയുമ്പോൾ അതാ രസം. അയാൾ മുജാഹിദാകാനുള്ള കാരണം നമ്മൾ എന്തു ചെയ്തിക്കണ്? സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ സുന്നി പരിഭാഷകളിൽ ഒരുപാട് അട്ടിമറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് മുജാഹിദായത്. മൂപ്പരെന്നെ പറയട്ടെ, ഞാൻ പറയണില്ല, കേട്ടോളൂ നിങ്ങൾ. വിരുദ്ധമായ ഇസ്ലാമിന്റെ തത്വ തീരുമാനമെതിരായ 10 അതിലധികമോ സ്ഥലം കാണിച്ചെന്നാൽ മുജാഹിദാവോ? ചോദ്യം. മുജാഹിദികൾ ഒരുപാട് കൊണ്ടേക്കൂടി വൈദ്യന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് ഞാനിപ്പോ അതിന്റെ സ്വഭാവത്തിലുള്ള അറിവുകാരുടെ നീതി നിർത്താത്ത ഇസ്ലാമിന്റെ സത്യക്ക് വിരുദ്ധമായ ആശയവിരുദ്ധമായ വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അർത്ഥ വ്യാഖ്യാനം ഇതിൽ ഒന്ന് കാണിച്ചത് ഞങ്ങളെ പണ്ട് പോരാ കേൾക്കുന്നവരുടെ ആളുകളെ പറയാം. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പത്രം എഴുതി കാണിച്ചതാ? നിങ്ങൾ പറയാനാണ് ചോദിച്ചത്. ഇങ്ങനെ ഈ പരിഭാഷകൾ മാത്രം എല്ലാ വിവരങ്ങളും വാങ്ങിയിട്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി കുറെ ആളുകളെ കൊണ്ടാക്കി. ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞത് എന്താ? മുൻകാല മുഫസ്സിറുകൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള തഫ്സീറാണ് ഈ സുന്നികൾ പറയുന്നത് ആയത്തുകൾക്ക്. അതുകൊണ്ടാണ് മൂപ്പര് മുജാഹിദായത്. അയാൾ മുജാഹിദായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടോ, അത് നമ്മൾ അതിന്റെ ഇടക്ക് മനസ്സിലാക്കണം. അയാൾ 20 കൊല്ലമായി മുജാഹിദിലേക്ക് ഉള്ളിൽ ആശയം വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അയാളെയാണ് ഇപ്പൊ പുതിയ മുജാഹിദിലേക്ക് വന്ന ആളായിട്ട് ഇവിടെ മിനിഞ്ഞാന്ന് പ്രദർശിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം, മറക്കാൻ പാടില്ല. അയാൾ പറഞ്ഞത് ഇപ്പൊ എന്താ? ഖുർആനിന് നമ്മൾ പൂർവികർ പറയാത്ത തഫ്സീറാണ് പറയുന്നത്.
അതിനൊരു തെളിവ് പറയുന്നത് എന്താ കേട്ടോളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന ആയത്തിന് സുന്നികൾ നൽകിയ പരിഭാഷ ശരിയല്ല. അത് പൂർവികർ പറഞ്ഞിട്ടില്ല. അയാൾ പറയട്ടെ, കേട്ടോളൂ. ഞാൻ എപ്പോൾ മാത്രമേ പ്രാർത്ഥിക്കൂ. ആ പ്രാർത്ഥനയാകുന്ന പ്രാർത്ഥനയിൽ ആ വിവാദത്തിൽ ആരും ഞാൻ പങ്കുചേർക്കില്ല എന്ന് പറയാനായി പറഞ്ഞ ആരും സുഹൃത്തിൽ എല്ലാവരും പറയാം. അതിനെ ഇക്കാരണവലിയാൽ എഴുതപ്പെട്ട ആ പരിഭാഷയിൽ കവലായിന്റെ പരിഭാഷയാണ് സംസ്ഥക്കാർ വളരെ മുമ്പ് ഓരാനുമായ യുദ്ധമാണ് മനസ്സിലാക്കുന്നത്. ആ പരിഭാഷയിൽ എന്റെ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. തൊട്ട് നോക്കാം. അത് അതിന്റെ ശരിയായ അർത്ഥം അല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നില്ല. രണ്ട് കയ്യേറ്റാണ് അപ്പോ ബിഹിന്നുണ്ട്. അത് മൂപ്പർക്ക് അറിയില്ലല്ലോ. പോട്ടെ, എന്തോ ആവട്ടെ. വലാ ഉശ്രികു ബിഹി അഹദ എന്ന് പറഞ്ഞ ആയത്തിൽ അവിടെ തിരുമറി നടത്തി. എന്താ തര സുന്നി പരിഭാഷയിൽ പറഞ്ഞത്? ഞാൻ എൻ്റെ റബ്ബിനു മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് വല്ലാത്തൊരു തിരിമറിയാണ്, തട്ടിപ്പാണ്, കയ്യേറ്റമാകുന്നു. ഇത് പൂർവീകരാരും പറഞ്ഞിട്ടില്ലാത്ത തഫ്സീറാകുന്നു. അതുകൊണ്ടാ മൂപ്പര് മുജാഹിദായത്. നമുക്ക് നോക്കുക, പൂർവിക തഫ്സീർ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നല്ല, ഡസൻ കണക്കിന് എനിക്ക് പറയാനുണ്ട്. സാമ്പിൾ ഒന്ന് ഞാൻ പറയാ. ഇത് തഫ്സീർ അബു സുഊദാണ്. തഫ്സീർ അബു സുഊദിൽ പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറിൽ പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ അഅ്ബുദു. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി ഐ അഅ്ബുദു റബ്ബി. എന്റെ റബ്ബിന് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. പൂർവീകരൊന്നും പറയാത്ത തഫ്സീർ എന്നാ മൗലവി പറഞ്ഞത്. വയസ്സ് കുറെ ആയിട്ട് കാര്യമില്ല, കിതാബ് നോക്കണം, എങ്കിലേ ഇത് അറിയുള്ളൂ. തഫ്സീറുകൾ ഒന്നല്ല, ഡസൻ കണക്കിന് എനിക്ക് പറയാൻ കഴിയും, ഡസൻ കണക്കിന്. ഇന്നമാ അദ്ഉ എന്ന് പറഞ്ഞ ഐ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. തഫ്സീർ അബൂ സുഊദാണ് എന്റെ കയ്യിൽ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ആരാധിക്കുക എന്ന അർത്ഥം അദ്ഉ എന്ന് പറഞ്ഞത് കൊണ്ട് മുജാഹിദ് ആയിട്ടുണ്ടെങ്കിൽ, അത് കണ്ടതിനാ മുജാഹിദ് ആണെങ്കിൽ തിരിച്ചു പറയാൻ സമയമായിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് അതേക്കുറിച്ച് പറയാറുള്ളൂ. സഹോദരന്മാരെ, വേറൊരാളുണ്ട്, സലീം ജമാലി എന്നാണ് ഞാൻ കേട്ടത്. അയാൾ മതം മാറാനുള്ള കാരണം എന്താ? മുജാഹിദ് ആവാനുള്ള കാരണം എന്താ? അയാൾ പറയുന്ന ഒരു കാര്യം ഇവിടെ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ, യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകൾ KNM മാത്രമേ ഉള്ളൂ. ഇവിടെ അവരല്ലാത്ത വേറെ ഒരാളും ഇത് യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മുജാഹിദായത്. പറയട്ടെ, അയാൾ വെച്ചുകൊടുക്ക. അത് നദ്വത്തുൽ മുജാഹിദീൻ മാത്രമാകുന്നു. ഇനി ആളെന്ത് പറയുന്നുണ്ട്? തൗഹീദ് ക്യാമ്പയിൻ, തൊട്ടടുത്തുള്ളത് തൗഹീദ് ക്യാമ്പയിൻ നടത്തുന്നത് ആരാകുന്നു? ഞങ്ങൾ മാത്രമാകുന്നു, മുജാഹിദുകൾ മാത്രമാകുന്നു എന്നാണ് അയാൾ പറയുന്നത്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങളുടെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അർത്ഥനകളും നർത്തനയും പരിപാടികളും ഒക്കെ നിങ്ങളെ പഠിച്ചു പരിപാലിക്കുന്ന പഠിച്ചതമ്പുരാനെ മാത്രമാക്കണമെന്ന് പ്രഭാഷണം നടത്തുന്ന, അതിനു വേണ്ടി പോഷകത്തിക്കുന്ന, അതിനു വേണ്ടി ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന, അതിനു വേണ്ടി പ്രഭാഷണങ്ങളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം കൊച്ചു കേരളത്തിലുണ്ടെങ്കിൽ അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ മാത്രമാണ്. അത് കേരള ആ തൗഹീദ് ക്യാമ്പയിൻ നടത്തുക, തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നവർ കേരള നദ്വത്തുൽ മുജാഹിദീൻ മാത്രമാകുന്നു. അതുകൊണ്ടാണ് മൂപ്പര് മുജാഹിദായത്. ശരി, എന്നാ നമുക്ക് നോക്കുക, മുജാഹിദ് യഥാർത്ഥ തൗഹീദാണോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? അവർ പറയുന്ന തൗഹീദ് യഥാർത്ഥമാണോ? നമുക്കൊന്ന് നോക്കുക. മുജാഹിദ് നേതാവ് ബാലുശ്ശേരിക്കാരൻ പറയുന്നത് കേട്ടോളൂ. നമ്മുടെ നാട്ടിലുള്ള ബാലനും രാമനും ഒക്കെ അവരൊക്കെ മുസ്ലിം ആകുന്നു. താടിയും തലപ്പാവും ധരിച്ച ഉസ്താദുമാരൊക്കെ കാഫിറാകുന്നു. ഇതേത് തൗഹീദാ? കേട്ടോളൂ, അയാൾ പറയട്ടെ. എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ, സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ് കാഫ്?
നമ്മളാണ് കാഫ്, അവരോ മീം.